എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. തിരുവചനം കയ്യിലുള്ളവർ അത് കരങ്ങളിലെടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് പറയാം, ഇത് വിശുദ്ധ ദൈവവചനം, ഇത് ദൈവത്താൽ എഴുതപ്പെട്ട, ദൈവത്താൽ നൽകപ്പെട്ട സത്യവചനം. ഇത് ഞാൻ പ്രമാണിക്കും, ഇതനുസരിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, അത്ഭുതങ്ങൾ ഈ വചനം നൽകും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അതിശക്തമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്കറിയുവാൻ കഴിയും, ആ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവമാകുന്നു, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. വേർഡ് ഓഫ് ഗോഡ് ഈസ് എ പവർ ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഇഫ് യു ഒബേ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇഫ് യു കീപ് ദ ലോസ് ഓഫ് ദ ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഴയ നിയമത്തിലെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ഓർക്കരുത്. അതിൻ്റെ നിവൃത്തീകരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മൈൻഡ് സെറ്റും ഒരിക്കലും നമ്മുടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തരുത്. നാം കേട്ട പ്രസംഗങ്ങളും നാം അനുഭവിച്ച കാര്യങ്ങളും കുറ്റപ്പെടുത്തലുകളും നെഗറ്റീവുകളും പറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭൂതങ്ങളും കീഴടങ്ങും. പ്രത്യേകിച്ചൊരു ഡെലിവറൻസ് മീറ്റിംഗ് നടന്നില്ലെങ്കിൽ പോലും, നടക്കരുതെന്നോ നടന്നോ തെറ്റാണെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുത്താൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. ഇത് നമ്മൾ ഫീഡ് ചെയ്യുന്നിടത്തോളം കാലം ഇതെന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വളരും. ഈ വചനം വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കും. നമുക്കറിയാം, ബോൺ അഗെയിൻ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, അത് വിശ്വാസത്താൽ നാം ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശ്വാസത്താലാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. അപ്പോൾ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വചനത്തിലെ ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഒരു കാര്യമാണ്, നമുക്കറിയാം, നാം രക്ഷിക്കപ്പെടുന്നത് തന്നെ കർത്താവിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടം കൊണ്ടത് തീരുന്നില്ല. ഓരോ ദിവസവും നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കണം. അപ്പോൾ ആ ജീവിതത്തിൽ വേണ്ടതായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഫെയ്ത്ത് ഈസ് അവർ പാർട്ട് ആൻഡ് ഗ്രേസ് ഈസ് ഗോഡ്സ് പാർട്ട്. അപ്പോൾ ഫെയ്ത്ത് നമ്മുടെ ഭാഗമാണ്, നമ്മൾ അതിന് വില കൊടുക്കണം. നാം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയം കണ്ടെത്തണം. രാത്രിയുടെ യാമങ്ങളിൽ ദൈവം നിങ്ങൾ ഉണർത്തുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുവചനവുമായി പോയി നിൽക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവ്യക്തി, ഒരു ദൈവപൈതലും ഒരു സാധാരണ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ ചിന്താഗതികൾ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പ്രസംഗത്തിൻ്റെ താഴെ തന്നെ ചീത്തവിളികളും അതുപോലെ മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം ഈ ഭൂമിയിൽ രണ്ടേ ആത്മാവേ ഉള്ളൂ. ഒന്നുകിൽ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അശുദ്ധാത്മാവ്. അപ്പോൾ ഇതിൽ ഒന്ന് ഒരു മനുഷ്യനിൽ വസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പറയുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ഒരു സമയത്ത് ഈ അറിവും ജ്ഞാനവും ലഭിക്കാതിരുന്നപ്പോൾ നമ്മളും പലപ്പോഴും ഇതിനെ കളിയാക്കുകയും ഇതിന് വില കൊടുക്കുകയും ചെയ്യാതിരുന്നവരാണ്. എന്നാൽ ജീവിതത്തിൽ ദൈവം നമ്മളോട് ഇടപെട്ടപ്പോൾ, ദൈവത്തിൻ്റെ ആ മഹാകൃപ നമ്മുടെ ഉള്ളിൽ ഉദിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്തു? നമ്മുടെ ദൈവമക്കളായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇനിയുള്ള നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ഈ ഫെയ്ത്ത്, ഈ വിശ്വാസം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു. അപ്പം നമ്മൾ ഈ വിമർശന ബുദ്ധി ഒന്ന് മാറ്റിയിട്ട് ഒരു ശിശുവിനെ പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് മുമ്പോട്ട് പോകുവാൻ ഇടയാക്കിയതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നമ്മളൊരു തീരുമാനമെടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ,
നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ വാക്ക് നമ്മൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയുകയും റിലീജിയസ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കുക. അവരെ എതിർക്കാനോ വെറുക്കാനോ ഒന്നും പോകണ്ട. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനാണ് ദൈവം തന്നിരിക്കുക. എന്നാൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം, നമ്മൾ കുലുങ്ങാതെ ധൈര്യത്തോടെ ജീവിക്കണം. അല്ലെങ്കിൽ ഒരു ഷിപ്രക്ക്, ഒരു കപ്പൽ ഛേദം പോലെ നമ്മുടെ വിശ്വാസം, നമ്മൾ കേട്ടത് ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ സംഭവിക്കും. അത് എങ്ങും പോകണ്ട. വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ദൈവസന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി ഓടി വരുമ്പോൾ നാം നമ്മുടെ സാമർഥ്യവും നമ്മുടെ കെട്ടുകഥകളും കുറ്റപ്പെടുത്തലുകളും നെഗറ്റീവും കൊണ്ട് അവരെ നിറച്ച് വിടാൻ ഒരിക്കലും നമ്മൾ ഇടയാക്കരുത്. മറിച്ച് ദൈവസ്നേഹത്തിൽ നാം കാര്യങ്ങളെ കാണുക, ദൈവസ്നേഹത്തിൽ നാം മുമ്പോട്ട് പോവുക. ആമേൻ. വിമർശിക്കുന്നവർ അത് പറഞ്ഞോട്ടെ, ആമേൻ, നോ പ്രോബ്ലം. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ കർത്താവിനെ വിമർശിച്ചില്ലേ, കർത്താവിനെ ഉപദ്രവിച്ചില്ലേ, കർത്താവിൻ്റെ മുഖത്ത് തുപ്പിയില്ലേ, കർത്താവിനോട് എത്രയോ മോശമായിട്ട് പെരുമാറി. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. സകല യാഗത്തിനും ഒരു അന്ത്യം വരുത്തിക്കൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ സ്വന്തം രക്തം നൽകി. നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ മറ്റ് റിലീജിയനിലായിട്ടുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം തന്നെ വൈകിട്ട് ഒരു 7-8 മണിയായപ്പോൾ ചില സഹോദരന്മാരുമായിട്ട് സംസാരിക്കുവാനിടയായി. അപ്പോൾ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവരുടെ ചോദ്യം, യേശു ദൈവമാണോ, യേശു ദൈവപുത്രനാണോ? അപ്പോൾ നമ്മളതിന് കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം പറയുന്നു, നാം നമ്മുടെ സാദൃശ്യത്തിൽ. അപ്പോൾ നാം, നമ്മുടേത് പ്ലൂറലാണ്. അവിടെ ഒരു ട്രിനിറ്റി ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുത്തു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്നും, പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ മരിച്ചവനായിരുന്നു, അപ്പോൾ മരണമുണ്ടായിരുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവവചനമെന്നാണ് പേര്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ, പൂർണ്ണമായിട്ടും മനസ്സിലാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആത്മാവിൽ ജീവിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ബുദ്ധി കൊണ്ട് നമുക്ക് കിട്ടത്തില്ല. ബുദ്ധി കൊണ്ട് കിട്ടും. തോമസിൻ്റെ വിശ്വാസം ബുദ്ധിയിലായിരുന്നു. കാണാതെ പുള്ളി വിശ്വസിക്കത്തില്ല. പുള്ളിയെ ദൈവം വിശ്വസിപ്പിച്ചു. എന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു? കാണാത്ത കാര്യങ്ങളിൽ ഒരു നിശ്ചയമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വ്യക്തികളോട് സംസാരിച്ചു. അവർ 3 പേരും, ആമേൻ, അതിൽ പ്രധാനമായിട്ട് സംസാരിച്ച വ്യക്തി പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കാം. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം അതിനെത്രമാത്രം ചെവി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം വളരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു സബ്ജക്റ്റ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ തിങ്കളാഴ്ച എക്ലിപ്സ് ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ സ്ട്രീറ്റ് മിനിസ്ട്രിയുമായിട്ട് അവിടെ കടന്നു ചെന്നു. ഞങ്ങളുടെ കയ്യിൽ ബോർഡുകളും ചെറിയ മൈക്രോഫോണുകളും ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ നിന്നു. അപ്പോൾ ഒരു വശത്ത് സയൻറ്റിസ്റ്റ്, അതുപോലെയുള്ള വലിയ വലിയ ആൾക്കാർ ഭയങ്കര ആർഭാടത്തോടു കൂടി അവരവിടെ അങ്ങ് സയൻസിനെ അവരെന്തോ കണ്ടുപിടിച്ചതുപോലെ അവർ പറയുകയാണ്. അപ്പോൾ ആ സമയം ഏകദേശം ഒരു 11:30-12 മണി ആയപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്താ അവരോട് പറയുന്നത്? ലോകപ്രകാരം വലിയ ബുദ്ധിമാന്മാരും വലിയ ആളുകളും അവിടെ നിൽക്കുന്നു, ഞാൻ അവരോട് എന്തു പറയണം? അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു വചനം ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു, ടുഡേ ഇസ് മൺഡേ, again science and scientists are bowing down before Bible. ഇന്ന് ഒരിക്കൽ കൂടി വീണ്ടും സയൻസും സയൻറ്റിസ്റ്റും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് നാം കാണുവാൻ പോകുന്നു. ആമേൻ. അവർ തെളിവ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. There will be signs in the sun, in the moon and in the stars. അപ്പോൾ മൂണിൽ നമ്മൾ കണ്ടു, ലോകം പല പ്രാവശ്യവും കണ്ടു. അത് വേറൊരു സബ്ജക്റ്റാണ്. യഹൂദന്മാരുടെ ആ പെസഹായും അവരുടെ ചില ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചന്ദ്രഗ്രഹണങ്ങൾ ഈ ഭൂമിയിൽ നടന്നു. അത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കത് ചരിത്രത്തിൽ തന്നെ അത് കിടപ്പുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂര്യനിൽ ലക്ഷ്യങ്ങളുണ്ടാകും. സൂര്യനാണല്ലോ നമുക്ക് പ്രകാശം നൽകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവരോട് ഈ കാര്യം പറഞ്ഞു. എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു ചിന്ത കൂടി വന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ
ഇത് സംഭവിച്ചു. ഈ ഭൂമിയിൽ ഇരുട്ടുണ്ടായി. 6 മണി മുതൽ 9 മണി നേരം വരെ. നമ്മൾ ആ യഹൂദ ടൈമിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 6 മണി എന്ന് പറഞ്ഞാൽ നൂണാണ്. 9 മണി നേരം എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. അപ്പോൾ ഉച്ചയ്ക്കും 3 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഈ ഭൂമിയിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും, ഞങ്ങൾ ഏകദേശം ഇവിടുത്തെ ഡാളസ്, ഇവിടെ ഞങ്ങൾ ജീവിക്കുന്ന ആ ലോക്കൽ സമയം ഏകദേശം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആ സമയത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളിത് കണ്ടു. ദേശത്ത് ഇരുട്ടുണ്ടായി. സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഓണായി. നിങ്ങൾ ഫേസ്ബുക്കിൽ റൺ ടു വിൻ എന്നുള്ള ആ ഒരു ഇത് നോക്കിയാൽ ഞാനത് ലൈവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാത്തവർ, കർത്താവിനെ വിമർശിക്കുന്നവർ, അവർ പറയും അതെങ്ങനെയാണ് ഉച്ചയ്ക്ക് ഇരുട്ടുണ്ടാകുന്നത്, എന്നിട്ട് കളിയാക്കും നമ്മളെ. ഇങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസവും, നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയും. എന്നാൽ ചിന്തിച്ചു നോക്കിയേ, ആ ഇരുട്ടുണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ പ്രൈസ് ഗോഡ്, ബൈബിൾ എത്രയോ സത്യമായിട്ട് നിൽക്കുന്നു. ലോകം എത്ര എതിർത്താലും, ലോകമനുഷ്യർ എത്ര ഇതിനെ പിടിച്ചു നിർത്താമെന്ന് വെച്ചാലും, സയൻസും സയൻറ്റിസ്റ്റും എല്ലാവരും പരാജയപ്പെടുന്നൊരു സമയം നമ്മുടെ കൺമുമ്പിൽ കണ്ടു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മരിക്കുന്ന സമയത്ത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നോക്കി നിൽക്കെ ജീവിതങ്ങൾ കടന്നു പോകുന്നു. ഞാൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ബ്രദറിൻ്റെ മരണം ഞാൻ കണ്ടതാണ്. ഞാൻ നോക്കി നിൽക്കെയാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 57 വയസ്സേ ഉള്ളായിരുന്നു. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഇല്ല. ഇതൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഇവിടെ നിന്ന് പോയേ പറ്റൂ. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ സയൻറ്റിസ്റ്റ് ആണെങ്കിലും, എത്ര വലിയ ഉന്നതനാണെങ്കിലും, ദൈവത്തെ നിരാകരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിലും, മരണമെന്നുള്ള ഒരു കാര്യം വരുമ്പോൾ അവൻ്റെയും സമയം അവിടെ കൊണ്ട് തീരുകയാണ്. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഈ സമയത്തിനും അപ്പുറമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് പോലെയുള്ളൂ. കാരണം മരണം കണ്ട് മരിച്ച്, ജീവിതത്തിൽ മരിച്ചു, ക്ലിനിക്കലി ഡെഡായ ശേഷം തിരിച്ചു വന്ന ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ ഫോണിൽ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന് അത്ര സംസാരിക്കാൻ വയ്യ. അദ്ദേഹവും ഭാര്യയും ചേർന്ന് എന്നോടും വൈഫിനോടും പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ഇംഗ്ലീഷുകാരനാണ്. താൻ മരണക്കിടക്കയിൽ, താൻ മരിച്ചു, ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ ജീവൻ പോയി, ക്ലിനിക്കലി പുള്ളി ഡെഡായി. പുള്ളി കണ്ടു, ആദ്യം കാണുന്ന യേശു ക്രിസ്തുവിനെ കണ്ടു, ദൂതന്മാരെ കണ്ടു, നാശത്തിലേക്ക് പോകുന്ന അനേകരെ കണ്ടു. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇത് ഞങ്ങളോട് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ഞാൻ പറയുന്നത്, മരണത്തിൻ്റെ സമയത്തൊരു മനുഷ്യനറിയാം എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ സോളാർ എക്ലിപ്സിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഈ ഒരു വിസിബിൾ പ്രൂഫാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയെ ഭൂമിയിലേക്ക് വിളിച്ചറിയിച്ച ഒരു വിസിബിളായിട്ടുള്ള ഒരു പ്രൂഫായിട്ട് ഇത് നിൽക്കുന്നു. എന്ത് ഈ ലോകത്തിൽ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ദൈവമക്കളെ, നിങ്ങളെ ഞാൻ ഒരിക്കലും ഭീതിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ പറയല്ല. കാരണം ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ് നാം. യേശു അപ്പച്ചൻ്റെ കൂടെയാണ്. യേശു നമ്മുടെ ഇൻ ഹിം. നിങ്ങൾ 130-ലധികം തവണ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹിം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മാന്യരാണ്. ഒരു മനുഷ്യന് നിങ്ങൾ അടിമകളാകരുത്. ഒരു വ്യക്തിക്ക് നിങ്ങൾ അടിമകളാകരുത്. ഒരു ഈസത്തിന് നിങ്ങൾ അടിമകളാകരുത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മക്കളാ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാ. ആ ഒരു പദവി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ട്. എന്നാൽ അതോടൊപ്പം കാലങ്ങൾ, സമയങ്ങൾ നാം കാണുമ്പോൾ അറിയണം, റാപ്ചർ സംഭവിക്കുവാൻ സമയമായി. യേശു കടന്നു വരുവാൻ സമയമായി. യേശു കർത്താവ് റാപ്ചറിൽ വരുന്നത് വെറുതെ നടക്കുന്നവരെ സ്വീകരിക്കുവാനല്ല, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ വേണ്ടി യേശു കർത്താവ് വരുന്നു. ഇപ്പം സമയങ്ങൾ, കാലങ്ങൾ, യുദ്ധം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ജനം ഏറ്റവും വലിയ തെളിവ് ഡിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതരം ഉപദേശങ്ങൾ കൺമുമ്പിൽ കാണുവാൻ കഴിയുന്നു. ഞങ്ങൾ ഈ സ്ട്രീറ്റ് മിനിസ്ട്രിയുമായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 2 മണി വരെ ഞങ്ങളൊരു സ്ഥലത്തുണ്ടായിരുന്നു. പിശാച് കിടന്ന് മറിയുന്നൊരു സ്ഥലം, വെടിവെപ്പും കൊള്ളരുതായ്മയും നടക്കുന്നൊരു സ്ഥലം. നമ്മുടെ കൺമുമ്പിൽ പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും.
ആ പല കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ ഇവരൊക്കെ പലരും ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ജീവിക്കുന്നവരാ. പേഴ്സണലായിട്ട് ഞങ്ങൾ ഒത്തിരി പേരോട് സംസാരിച്ചു. പ്രൈസ് ഗോഡ്. ആമേൻ. ജീസസ് എന്നുള്ള ബോർഡ് കാണുമ്പോൾ ചിലർ നോക്കും, പതുക്കെ അങ്ങ് മാറിപ്പോകും. കാരണം ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിക്കാമെന്നുള്ള രീതിയിൽ ഉപദേശങ്ങൾ ഏറ്റുവാങ്ങുന്നവരുണ്ട്. രക്ഷ നഷ്ടപ്പെടത്തില്ല, പക്ഷേ രക്ഷ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുവാൻ കഴിയും. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോയി എന്ന് പൗലോസ് നമ്മളോട് പറഞ്ഞു. കപ്പൽ ഛേദം പോലെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ വിശ്വാസം, ഈ നല്ല സ്വീകാര്യം, അത് സൂക്ഷ്മതയോടൊരു നിധി പോലെ കാത്തു സൂക്ഷിച്ചാൽ ജീവിതം തന്നെ അനുഗ്രഹിക്കപ്പെടും. കാരണം ബോൺ അഗെയിൻ ആകുന്നൊരു വ്യക്തി കിങ്ഡത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. കിങ്ഡം ഓഫ് ലൈഫ്, കിങ്ഡം ഓഫ് ഗോഡ്, അത് ഒരു മെത്തേഡ് ഓഫ് ലൈഫാണ്. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവിടെ ദൈവത്താലുള്ള വിടുതലുകളുണ്ട്. അപ്പോൾ പിശാചുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ. എന്നാൽ നാം ഓർക്കണം, നമ്മളൊരു മിലിറ്റന്റ് ക്രിസ്ത്യനായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു രീതിയിൽ ആത്മശക്തിയിൽ ജീവിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ട്രയംഫൻ ക്രിസ്ത്യൻസ് ആണ്. നാം ജയാളിയായ ക്രിസ്തുവിൻ്റെ കൂടെയാണ് നാം ജീവിക്കുന്നത്. ഒരു ജയത്തിന് വേണ്ടി അല്ല നമ്മൾ പോരാടുന്നത്, ഒരു ജയത്തിൽ നിന്നുമാ. വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ബിക്കോസ് ജീസസ് won the victory on the cross and he disarmed powers and principalities. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മളോട് 21-ാം അധ്യായം 27-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് കാണും. അപ്പോൾ കർത്താവിൻ്റെ വരവ് താമസിച്ചു, ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മളെ കളിയാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം എന്നെ കളിയാക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം ഇതാ: അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. എനിക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ വരവ് താമസിച്ചത്. ഒരു 10-30 വർഷം മുമ്പ് ആ കർത്താവ് വന്നതെങ്കിൽ ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരത്തില്ലായിരുന്നു. അപ്പോൾ ഓർക്കണം, നിങ്ങൾ ഓരോരുത്തരും ദൈവം നൽകിയ ചാൻസുകളാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ സമയം വളരെ അടുത്തിരിക്കുന്നു. സുവിശേഷം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. 28-ാമത്തെ വാക്യം: ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. പ്രൈസ് ഗോഡ്. 21-28 ആണ്. When these things begin to take place, stand up and lift up your heads because your redemption is drawing near. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സത്യ സുവിശേഷം അനേക മിഷണറിമാർ, അനേക ദൈവമക്കൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുവിശേഷമാണ്. ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവിശേഷമാണ്. ഓരോ മിനിറ്റിലും ഓരോ നിമിഷത്തിലും അനേകർ യേശുവിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം സുവിശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറാനെ കുറിച്ച് നമ്മൾ ഈയിടെ കേട്ടു. നിങ്ങൾ ഇറാനിലോട്ട് ശരിക്കും ശ്രദ്ധിച്ചാൽ ഇറാനിൽ തന്നെ ഒരുപാട് പേര് യേശുവിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൻ്റെ എവിടെ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു അവിടെ കർത്താവിൻ്റെ വചനം വളർന്നുകൊണ്ടിരിക്കുന്നു. നാം ആരോടും ഒരു വാശിക്കോ ഒരു വൈരാഗ്യത്തിനോ ഒരു തർക്കത്തിനോ ഒരു വാദത്തിനോ പോകുന്നില്ല. മറിച്ച് നമ്മളോട് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ മറുപടി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടും. സ്പെൻഡ് യുവർ ടൈം ഇൻ പ്രയർ ആൻഡ് റീഡിങ് ബൈബിൾ. അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഒരു കാപ്പിയൊക്കെ ഇട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക. ഈ വചനം ഇത് സത്യമാണ്. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതിൻ്റെ അകത്ത് കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. ഇത് മുഴുവൻ വായിക്കാത്തത് കൊണ്ടാണ് ഇത് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്നത്. എന്നാൽ ഇത് സത്യവചനമാണ്. ബൈബിൾ പറയുന്നു, എവരി നീ ഷാൽ ബൗ, എവരി ടങ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവും ഏറ്റു പറയും യേശു കർത്താവാണ് ദൈവമെന്ന്. അപ്പോൾ ഓർക്കണം, ഈ സെലസ്റ്റിയൽ, the sun, the moon and the stars are the celestial evangelists who are trying to communicate to people who read the Bible. ചുമ്മാ നടക്കുന്നവർക്ക് അത് കിട്ടത്തില്ല. ദൈവവചനം വായിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ചന്ദ്രനും ഈ സൂര്യനും ഈ നക്ഷത്രഗോളങ്ങളും ഒരു സെലസ്റ്റിയൽ ഇവാഞ്ചലിസ്റ്റുകളായിട്ട്, സുവിശേഷകരായിട്ട് നമ്മളോട് അറിയിക്കുകയാണ്, ഇതാ ദൈവത്തിൻ്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആമേൻ എല്ലാ മുട്ടുമടങ്ങും. ആർക്കും
അതിനോട് എതിർക്കുവാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു വലിയ യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ നിങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്കത് വായിക്കാൻ കഴിയും. ഒരു ഗ്രേറ്റ് ആൻഡ് ഡ്രെഡ്ഫുൾ ഡേ ഓഫ് ദ ലോർഡ് വരുന്നുണ്ട്. അത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് റാപ്ചറാണ്. അതിനു മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഐ വിൽ ഷോ വണ്ടേഴ്സ് ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ ദ എർത്ത്, ബ്ലഡ് ആൻഡ് ഫയർ ആൻഡ് ബില്ലോസ് ഓഫ് സ്മോക്ക്, ദ സൺ വിൽ ബി ടേൺ ടു ഡാർക്ക്നെസ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു ഇത് സംഭവിക്കുമെന്ന് ജോയൽ. അപ്പോൾ യേശു ദൈവമാണോ എന്നൊക്കെയുള്ള ചോദ്യം ഞാനൊരു നഴ്സറി സ്കൂൾ വിദ്യാർത്ഥിയുടെ ചോദ്യമായിട്ടേ ഒരു സ്പിരിച്വലായിട്ട് ജീവിക്കുന്ന മനുഷ്യന് തോന്നുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 5 വയസ്സുള്ളൊരു കുഞ്ഞ് ചോദിക്കുന്ന പോലുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഭൂമിയെ നോക്കുമ്പോൾ, ഈ ചന്ദ്രനെ കാണുമ്പോൾ, ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ചിന്തിക്കുമ്പോൾ, അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് കാണുമ്പോൾ, ഈ ലോകത്തിൻ്റെ മുഴുവൻ സംഭവങ്ങളും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും മേലിൽ സംഭവിക്കുവാനുള്ളതും ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഡാനിയേലിൻ്റെ പുസ്തകം, യെഹെസ്കേലിൻ്റെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, മത്തായി 24, ലൂക്കോസ് 21, ഇതൊക്കെ നിങ്ങൾ ചേർത്ത് പഠിക്കണം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ആരും നിങ്ങളെ തെറ്റിക്കുവാൻ സമ്മതിക്കരുത്. ഇതാ ക്രിസ്തു അവിടെ ഇവിടെ എന്ന് പറഞ്ഞു വരും. പണം, സുവിശേഷ വേല, പണ നേട്ടത്തിനു വേണ്ടി ലാഭമാക്കി മാറ്റുന്ന അഭ്യാസികളുണ്ട് ഇവിടെ. സൂക്ഷിക്കുക, അവരോട് അകന്നു നിൽക്കുക. കള്ളത്തരം പറയുന്നവരുണ്ട്, കള്ളപ്രവചനം പറയുന്ന കള്ളപ്രവാചകന്മാരുണ്ട്, നിങ്ങളെ പേടിപ്പിക്കുന്നവരുണ്ട്. കാരണം ഈ ആരെങ്കിലും ദൈവവചനം വെച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണെങ്കിൽ സൂക്ഷിച്ചോണം. അവർ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കരുത്. കാരണം തിരുവചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഡു നോട്ട് ബി അഫ്രൈഡ്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ധൈര്യം തന്നിട്ടുണ്ട്, ഒരു അതോറിറ്റി തന്നിട്ടുണ്ട്. ആമേൻ. ഇത് ഒരുമിച്ച് വർക്കാകണമെങ്കിൽ ഈ കള്ള സുവിശേഷകന്മാരോട് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം വേണം. എന്താണെന്നറിയാവോ? നിങ്ങളും ഞാനും തിരിച്ചറിയണം ഹൂ വി ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിൽ ആരാണെന്നുള്ളത്, നമ്മുടെ പദവി എന്താണെന്നുള്ളത്, നമ്മുടെ അനുഗ്രഹം എന്താണെന്നുള്ളത്, നമ്മുടെ നന്മ എന്താണെന്നുള്ളത്, നമ്മുടെ പ്രത്യാശ എന്താണെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, യൂസ് ദ പവർ ഓഫ് ഗോഡ്, പവർ, അതോറിറ്റി. ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും ദൈവം അത് തന്നിട്ടുണ്ട്. നാം അത് തിരിച്ചറിയണം. അങ്ങനെ നാം ഇതിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് പല രീതിയിൽ വരും നമ്മളെ ഡിസീവ് ചെയ്യുവാൻ. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ പേടിപ്പിക്കും, കള്ളപ്രവചനം പറയും. നമുക്കറിയാം, സ്ത്രീകളെ വഷളാക്കുകയും അവരുടെ വീടുകളിൽ നുഴഞ്ഞു കയറി ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ദൈവത്തിന് വചനം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സുവിശേഷത്തെ പണത്തിനു വേണ്ടി വിനിയോഗിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ജോലി ചെയ്യാനും വേല ചെയ്യുവാനും മനസ്സില്ലാത്തവൻ കഴിക്കരുതെന്ന് വരെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ട് ദൈവവേല ചെയ്യുന്നവർ ദൈവവേല ചെയ്യട്ടെ, അവർ ചെയ്യണം. ഞാനത് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാൽ പൂർണ്ണ സമയം ദൈവവേല ചെയ്യാതെ വെറുതെ സമയം മെനക്കെടുത്തുന്നവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം, ദൈവവേല ചെയ്യാം. എൻ്റെ പല കൂട്ടുകാരോടും പറയാറുണ്ട്, എന്തെങ്കിലും ജോലി ചെയ്യുക, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ആരെയെങ്കിലും ഒന്ന് വളർത്തി ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതിന് ശേഷം കിട്ടുന്ന സമയം നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. പൗലോസും കൂടാരപ്പണി ചെയ്തിരുന്നു. നമ്മുടെ ആ ഒരു വികലമായ മെൻറ്റാലിറ്റിയാണ് പലപ്പോഴും ദൈവം അങ്ങ് പിണങ്ങോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയല്ല. പ്രൈസ് ഗോഡ്. നല്ല ബിസിനസ്സുകൾ നന്നായിട്ട് ചെയ്താൽ നന്നായിട്ട് അനുഗ്രഹിക്കപ്പെടും. നല്ല ജോലി ദൈവം തന്നാൽ ജോലി ചെയ്യണം. അതിൽ നിന്നുള്ള നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ എന്തിനും സ്നേഹിക്കണം, സഹായിക്കണം. ദൈവം നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആമേൻ. ഞാനും എൻ്റെ കൈകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വൈഫും ജോലി ചെയ്യുന്നവരാണ്. പലരും ഇതിലൂടെ ചോദിക്കും, ആമേൻ, ഇതൊക്കെ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമല്ലെന്ന്. അല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ആത്മസമ്പാദനത്തിന് വേണ്ടിയുള്ളൊരു മാർഗമാണ്. നാശത്തിലേക്ക് പോകുന്നവരെ പിടിച്ചു നിർത്തുവാൻ ദൈവം, ഹല്ലേലൂയ, നമ്മളോട് പറയുമ്പോൾ നമ്മളത് ചെയ്യണം. ഈ സുവിശേഷം അതിൻ്റേതായിട്ടുള്ള ഘനത്തോടുകൂടി പറയണമെങ്കിൽ ഇത് വളരെ പ്രാക്ടിക്കലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചാൽ, ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തോട് ചേർന്ന് നടന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് വെളിപ്പെടുത്തും.
അത് ആ റെവലേഷൻ നമുക്ക് കിട്ടുന്ന സമയത്തോളം കിട്ടും തോറും നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. അപ്പം നമ്മുടെ ഫ്ലഷ് ഒരിക്കലും ദൈവമായിട്ട് ചേർന്ന് പോകുവാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യൻ കീഴടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ആത്മ മനുഷ്യനെ ബലപ്പെടുത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രൈസ് ഗോഡ്. യേശു കർത്താവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനും ആരാണ്? കർത്താതി കർത്താവാണ്. അങ്ങനെ ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വന്ന് നല്ല നിലയിൽ മിനിസ്ട്രി വളർത്തി കഴിയുമ്പോൾ പ്രൈസ് ഗോഡ് നമുക്ക് ആർക്കും ഒരു ഭാരമാകാതെ സന്തോഷത്തോടു കൂടി ദൈവം അതിൽ നിന്നുള്ള നന്മകൾ തരികയും ദൈവവേല ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. അതല്ലാത്തിടത്തോളം കാലം ഹല്ലേലൂയ നാം വളരെ ബി വെരി കെയർഫുൾ. ഇതൊരു എൻഡ് ടൈമാണ്. വളരെ സൂക്ഷിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ഓർക്കുക, ഒരു സൈഡിൽ ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അത്ഭുതമുണ്ട്, വിടുതലുണ്ട്, നന്മയുണ്ട്, ആശ്വാസമുണ്ട്. കാരണം വി ആർ ചോസൺ. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം യേശുവിൻ്റെ രക്തം നമ്മുടെ മേലുണ്ട്. നാം കർത്താവിൽ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം യേശുവിൽ ആരാണ്? അത് പെട്ടെന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ നാം ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ പഴയ വേ ഓഫ് തിങ്കിങ് മാറും. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അത് പ്രതിഫലിക്കും. ആ യേശു കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, മനുഷ്യൻ പലപ്പോഴും പറഞ്ഞാൽ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നില്ല. എന്നാൽ സെലസ്റ്റിയൽ ഇവാഞ്ചലിസ്റ്റുകളായ സണ്ണും മൂണും സ്റ്റാർസും ദൈവമക്കളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയമെടുത്തു, കാന്തൻ വരാൻ സമയമായി. പ്രൈസ് ഗോഡ്. ദൈവസഭ എടുക്കപ്പെടുവാൻ സമയമായി. വിശുദ്ധിയോടെ, വിശുദ്ധി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വെള്ളം ഇടുന്നുകൊണ്ടും മറ്റു പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, അകത്തെ മനുഷ്യൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ, ആമേൻ, അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട്, നമുക്ക് യേശുവിന് വേണ്ടി ഞാൻ വേർതിരിക്കപ്പെട്ടൊരു ദൈവത്തിലാണ്. ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇതായിരിക്കട്ടെ നമ്മുടെ ഉള്ളിലെ ചിന്ത. May God bless you. Thank you for watching.